അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയുടെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ, അതുപോലെ ഒരു 3-4 കറാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ടയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് മിക്സാക്കാം. മിക്സാക്കിയ ശേഷം ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി. മട്ടൻ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വലുപ്പമില്ലാത്ത ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണം വലുതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 അല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു 6 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. മിക്സിയിലാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഇട്ട ശേഷം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ മട്ടൻ വേവിക്കുമ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിലായിട്ട് വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്നങ്ങോട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി വേവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മട്ടൻ വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 ഭാഗമാണ് ഇപ്പോൾ മട്ടൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ മട്ടൻ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ്. അപ്പോൾ ചെറുതായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി മട്ടൻ കറക്റ്റ് വെന്ത് കിട്ടുകയും ചെയ്തോളും ചട്ടിയിലിട്ടിട്ട്. ഇപ്പോൾ മട്ടൻ കറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മട്ടൻ കറി. കുറച്ച് മല്ലിയില അതിൻ്റെ മേലെ കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.